മതി എന്നുള്ളതാണ്. പിന്നെ ഹാപ്പി ആയിട്ട് പോകുന്നു. വിവാഹത്തിന് ശേഷം കുറച്ചുകൂടെ സജീവമായിരുന്നു ഒന്നല്ലേ? പണിയെടുക്കണം പട്ടിണി എന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല. ഡെയിലി കണ്ടന്റ് ഇടുന്നുണ്ട് ഇപ്പോൾ അല്ലേ? 2 ദിവസത്തിൽ ഒരിക്കൽ ഇടുന്നുണ്ടെന്ന് വെച്ചാൽ നമുക്ക് ആകൊണ്ടൊരു വരുമാനം ഇങ്ങനെ വെച്ച് നോക്കുമ്പോൾ കല്യാണം കഴിഞ്ഞ് അതിനനുസരിച്ചുള്ള ചിലവുകളുണ്ട്. അന്ന് ഇടയ്ക്കൊരു വീഡിയോയിൽ പറയണൊക്കെ തന്നെ പഞ്ചാരിക്കും അരിക്കൊക്കെ ഇത്രയും വിലയെന്ന് കല്യാണം കഴിഞ്ഞിട്ടാണ്. പിന്നെ സാധനങ്ങൾ വാങ്ങിക്കാനുള്ള നെക്കോട്ടം വീട്ടിലെ കാര്യങ്ങളൊക്കെ. പിന്നെ ഇവള് ആഹാരം വല്ലപ്പോഴും വെച്ച് തന്നുകൊണ്ട് കുഴപ്പമില്ല. ഇല്ല പക്ഷെ ആഹാരം കഴിക്കും. ആവശ്യമാണ് നല്ല കുക്ക് ചെയ്യുന്നത്. പാത്രം കഴിക്കാൻ ആവശ്യമാണോ? സിമ്പിൾ. ഞാൻ പറയാതെ തന്നെ നിങ്ങൾക്കത് മനസ്സിലായില്ലേ? ഇപ്പം മനസ്സിലായില്ലേ? നന്നായിട്ട് കുക്ക് ചെയ്യും. എന്തൊക്കെ നന്നായിട്ട് കുക്ക് ചെയ്യും. അപ്പൊ ഞാൻ ഇങ്ങനെ പ്രോത്സാഹിപ്പിക്കും. അതുകൊണ്ട് വീട്ടു പണിയില്ല ഇങ്ങനത്തെയില്ല. പക്ഷെ അങ്ങോട്ട് മാറി ഈ ഒന്നിച്ച് പരസ്പരം ജീവിക്കുന്ന അതല്ലേ ഏറ്റവും നല്ലത്. ഇവള് മാത്രം ചോദ്യം അങ്ങനെയല്ലല്ലോ, രണ്ടുപേരും കൂടെ മാറിയിടും. പക്ഷെ ഇതിത്തിരി കൂടുതലാണോ എന്ന് എനിക്കിപ്പോൾ തോന്നുന്നുണ്ട്. ഇവർക്ക് ഇഷ്ടമുള്ള ഫുഡ് ഞാൻ ഉണ്ടാക്കി കൊടുക്കും. എനിക്കിഷ്ടമുള്ള ഫുഡ് കടയിൽ മേടിച്ചു. രണ്ട് എന്ത് പറയാനുള്ള ഉപകരണമാണ്. എന്ന് വെച്ചാൽ ഇവർക്ക് എരിവ് പറ്റൂല, എനിക്ക് എരിവേ പറ്റൂ. അങ്ങനെയുള്ള ചില എനിക്ക് മൈൽഡ് ആയിട്ടുള്ള ഫുഡാണ് ഇഷ്ടം. ചിക്കൻ എനിക്ക് വെജിറ്റേറിയൻ ഫുഡുകളാണ് കൂടുതൽ. എനിക്ക് അങ്ങനെയുള്ള ഏറ്റവും